ഈ കാണുന്നതാണ് നിലപാട് തറ. 12 വർഷത്തിലൊരിക്കൽ 1700-കളിൽ സാമൂതിരി നടത്തിയിരുന്ന വലിയ മാമാങ്കത്തിൻ്റെ അധികാര ചിഹ്നം എന്ന് പറയാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. ഇവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 6ാം ക്ലാസ്സിൽ മാമാങ്കവുമായി ബന്ധപ്പെട്ട അമ്പുവിൻ്റെ കഥ പഠിച്ചപ്പോൾ മുതലുള്ള ആഗ്രഹമാണ് മലപ്പുറം തിരുനാവായ പോയി മാമാങ്കത്തിൻ്റെ ശേഷിപ്പുകൾ കാണണമെന്നത്. പക്ഷേ അത് സാധിച്ചത് കഴിഞ്ഞ മാസം മാത്രമാണ്. ചോദിച്ചും പറഞ്ഞും ഗൂഗിൾ മാപ്പ് നോക്കിയും അവിടേക്ക് പോകാൻ വലിയ ആവേശമായിരുന്നു. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നും വിധമുള്ള അനുഭവമാണ് മലപ്പുറവും കേരള സർക്കാരും എനിക്ക് നൽകിയത്. ഇന്നലെ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ ജനസംഖ്യാ വർധനവിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമായ മലപ്പുറത്തിന് എന്താ കുഴപ്പം എന്നൊരു സുഹൃത്ത് കമൻറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. മാമാങ്കത്തിൻ്റെ ശേഷിപ്പുകൾ തേടി മലപ്പുറത്തേക്കുള്ള യാത്രയിൽ അവസാനം അവിടെ എത്തിച്ചേർന്നു. ഇടതുവശത്ത് ഈ ബോർഡും വലത്തോട്ട് ഒരു ചൂണ്ടുപലകയും കണ്ടെത്തി. വലത്തോട്ട് പക്ഷേ ഒരു കാർപ്പൻ്റർ വർക്ക്ഷോപ്പാണ് ആദ്യം കണ്ടത്. സംശയിച്ച് അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞു അപ്പുറത്ത് വേറൊരു വഴിയുണ്ട് എന്ന്. ശരിയാണല്ലോ, ഇത്രയും പ്രാധാന്യമേറിയ ഒരു ചരിത്രശേഷിപ്പിന് മറ്റൊരു പ്രധാന വഴി ഉണ്ടായിരിക്കണമല്ലോ. അങ്ങനെ അവിടേക്ക് പോയി നോക്കിയപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു മതിലും തുരുമ്പ് പിടിച്ച വലിയൊരു ഗേറ്റും പിന്നെ ചെറിയൊരു ഗേറ്റും. ഇനി പ്രത്യേക പ്രവേശന ഫീസ് വല്ലതും ഉണ്ടാകുമോ എന്ന് സംശയിച്ച് നോക്കുമ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു. അതുമാത്രമല്ല, കാലങ്ങളായി തുറന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. തുരുമ്പ് പിടിച്ച താഴുകൾ. വീണ്ടും തിരികെ വന്ന് നേരത്തെ കണ്ട ചേട്ടൻ്റെ കാർപ്പൻ്റർ ഷോപ്പിനകത്തൂടെ കയറി അങ്ങനെ ആ ചരിത്രശേഷിപ്പ് കാണേണ്ടി വന്നു. ഒരു ഗതികേട് നോക്കണേ. കാലങ്ങളോളം ഈ നാട് ഭരിച്ച പെരുമ്പടപ്പ് സ്വരൂപം എന്ന നാട്ടുരാജാവ് അവരുടെ അഭിമാനമായി നടത്തിയിരുന്ന മാമാങ്കത്തിൽ അധികാരിയായി നിന്നിരുന്ന നിലപാട് തറയാണിത്. ഇന്നത്തെ കാലത്തെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുല്യമായി 16ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ 12 വർഷത്തിലൊരിക്കൽ നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന വലിയൊരു ഉത്സവം, മഹാമഹം എന്ന മാമാങ്കം. പേർഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഒമാനിൽ നിന്നുമൊക്കെ വ്യാപാരികളും കാഴ്ചക്കാരും വന്നിരുന്ന എത്രയോ ചരിത്ര പ്രാധാന്യമേറിയ സ്ഥലമാണിത്. അതിൻ്റെ ചരിത്രവും കഥയുമൊക്കെ നല്ല ഭംഗിയായി കേരള സർക്കാർ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ അത് സംരക്ഷിക്കാൻ ഒരാളോ അവിടേക്ക് കയറാൻ ഒരു ഗേറ്റോ ഇല്ലെന്ന് മാത്രമല്ല, അതിനു ചുറ്റും പശുക്കളും ചാണകവും തടിപ്പണിയും തേങ്ങാപൊതിക്കലുമൊക്കെയായി എന്തൊക്കെയോ നടക്കുന്നു. ഇതിപ്പോൾ ആരുടെ സ്ഥലമാണ്? വേറെ ആളുടെ. എന്താണിങ്ങനെയും സംശയിച്ചുകൊണ്ട് അവിടെ തേങ്ങ പൊതിക്കുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് സർക്കാരുമായി ഭൂവുടമയ്ക്ക് എന്തോ തർക്കവും കോടതിയിൽ കേസ് നടക്കുകയാണ് പോലും. എന്താണ് ഇതിനൊക്കെ മറുപടി പറയുക? ഇതുപോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്ത വിധം കേരളം ഭരിക്കുന്ന സർക്കാരുകൾ അധപ്പതിച്ചിരിക്കുന്നു. ഈ കാണുന്ന നിലപാട് തറയിൽ നിന്ന് മാമാങ്കത്തിൻ്റെ അധികാരിയാവാനാണ് കോഴിക്കോട് സാമൂതിരി പെരുമ്പടപ്പ് സ്വരൂപങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത്. ഓരോ 12 വർഷം കൂടുന്തോറും മാമാങ്കം നടക്കുമ്പോൾ സാമൂതിരി ഇവിടെ ഈ നിലപാട് തറയിൽ വന്ന് അഭിമാനത്തോടെ നിൽക്കും. സാമൂതിരിയുടെ മേൽക്കോയ്മ അംഗീകരിക്കുന്ന എല്ലാ നാട്ടുരാജാക്കന്മാരും സാമൂതിരിയെ പിന്തുണയ്ക്കുന്ന കൊടിയുമായി ഇവിടെ വരണം. പക്ഷേ പെരുമ്പടപ്പ് സ്വരൂപവും അവിടുത്തെ നാട്ടുകാരും സാമൂതിരിയെ അംഗീകരിക്കാതെ ഈ സമയത്ത് ഇവിടെ വന്ന് സാമൂതിരിയെ കൊല്ലാൻ ശ്രമിക്കും. അങ്ങനെയാണ് മാമാങ്കത്തിൽ ചാവേറുകളുണ്ടായത്. 12 വർഷം പരിശീലനം ചെയ്തു വരുന്ന യോദ്ധാക്കൾക്ക് നേരിടേണ്ടി വരുന്നത് സാമൂതിരിയുടെ 100 കണക്കിന് യോദ്ധാക്കളോടാണ്. അതുകൊണ്ട് തന്നെ മരണമുറപ്പാക്കിയ ചാവേറുകളാണ് ഇവിടെ സാമൂതിരിയെ എതിർക്കാൻ വരുന്നത്. മാമാങ്കം എന്ന മമ്മൂട്ടിയും ഉണ്ണിമുകുന്ദനും അഭിനയിച്ച സിനിമയിൽ പറയുന്നത് ഈ കഥ തന്നെയാണ്. പക്ഷേ ചിലരുടെ ഇഷ്ടത്തിനു വേണ്ടി കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തിയെന്ന് മാത്രം. സിനിമയിൽ പറയുന്നത് പോലെ ചാവേറുകൾ ഒരിക്കലും ഭയക്കുകയോ സംശയിക്കുകയോ ചെയ്യാതെയാണ് മരണമുറപ്പാക്കി ഇവിടേക്ക് വന്നിരുന്നത്. അങ്ങനെ വന്നിരുന്നതിൽ ചന്ദ്രോത്ത് പണിക്കർ എന്നൊരു 15 വയസ്സുകാരൻ സാമൂതിരിയുടെ സൈനികരെ മറികടന്ന് ഈ നിലപാട് തറ വരെ എത്തി സാമൂതിരിയുടെ കഴുത്ത് ലക്ഷ്യമാക്കി വെട്ടിയെന്നും ചരിത്രം. ഭയന്ന് കുതറിമാറി രക്ഷപ്പെട്ടോടിയ സാമൂതിരിക്ക് നേരെ വെട്ടിയ ചന്ദ്രോത്ത് പണിക്കരുടെ വാൾ കൊണ്ടുണ്ടായതാണ് ഈ കൽവിളക്കിൽ കാണുന്ന വെട്ടിൻ്റെ പാടുകൾ എന്നാണ് ചരിത്രം. ഇത്രയും പ്രാധാന്യമേറിയ ഒരു ചരിത്ര സ്മാരകത്തിനാണ് കേരളത്തിൽ മലപ്പുറത്ത് ഈ ഗതി. 6ാം ക്ലാസ് പഠിച്ച മുതൽ ഇത് സിനിമ ആക്കണമെന്നും പറഞ്ഞ് ഞാൻ എന്തോരം വായിച്ചെന്നറിയത്. മാത്രമല്ല, ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ പലരും സംശയത്തോടെ ഞങ്ങളെ നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ലോറി ഡ്രൈവർ ഞങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാർപ്പൻ്റർ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ചേട്ടന്മാരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. എന്തോ ഭയം അവരുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ടായിരുന്നു. ഹിന്ദു ന്യൂനപക്ഷമായാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. അവർക്ക് ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കണ്ടേ. അടിമയായി ഇങ്ങനെ ജീവിക്കുക എന്നല്ലാതെ അവർക്ക് മറ്റൊരു വഴിയുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഇതേ ചാവേർ പോരാളികളെ കൊന്നു നിക്ഷേപിച്ചിരുന്ന മണിക്കിണർ നന്നായി സംരക്ഷിച്ചിട്ടുണ്ട്. അവിടെയും നോക്കാനും കാണാനും ആരുമില്ലെങ്കിലും നാളെ ഒരിക്കൽ ഇതേ നാട്ടിൽ തുവൂർ കിണറിൽ 1921
കൊന്നും ജീവനോടെയും തള്ളിയിരുന്നതുപോലെ ഇവിടെയും ഈ കിണർ ആവശ്യം വരുമെന്നതുകൊണ്ട് ചിലർ സൂക്ഷിച്ച് സംരക്ഷിച്ചു വെക്കുന്നതാവാം. ലോകത്ത് വേറെ ഏത് രാജ്യത്ത് പോയാലും അവരുടെ നാടിൻ്റെ ചരിത്രശേഷിപ്പുകൾ സംരക്ഷിച്ച് നിലനിർത്തും. ഇവിടേക്ക് മാമാങ്കം സിനിമയുടെ അണിയറ പ്രവർത്തകർ പോലും വന്നതായി എനിക്ക് തോന്നുന്നില്ല. കാരണം ഹിന്ദു ന്യൂനപക്ഷമായ നാട്ടിൽ ഹിന്ദുവിനെ സംബന്ധിച്ച ചരിത്രങ്ങൾ ഇതുപോലെ ഭയപ്പെടുത്തിയും അവഗണിച്ചും പരിഹസിച്ചും ചിലർ ഇല്ലാതാക്കും. 1921 ഹിന്ദു വംശഹത്യ നടത്തിയ വാര്യംകുന്നൻ സ്വാതന്ത്ര്യസമര സേനാനിയായ പോലെ നാളെ ഈ മാമാങ്കത്തിന് എന്ത് പുതിയ കഥയാണോ ചിലരും ഈ സംസ്ഥാനം ഭരിക്കുന്നവരും ചേർന്ന് എഴുതി വെക്കാൻ പോകുന്നതെന്നറിയില്ല. തൽക്കാലം ഈ ബോർഡുകൾ ഇവിടെയുണ്ട്. ഈ പെയിൻറ്റുകൾ മായുന്നതോടെ ഒരുപക്ഷെ ഇതേ ആളുകൾ തന്നെയാണ് ഈ നാട് ഭരിക്കുന്നതെങ്കിൽ മാമാങ്കത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും മാറിയേക്കാം.